മുസ്തഫായ നബി തങ്ങൾ ലോകത്തും വിട പറഞ്ഞു പോവുകയാണ്. സ്വഹാബത്ത് മുഴുവനും മസ്ജിദുൻ നബവിയിൽ എല്ലാവരും സങ്കടത്തോടെ, വിഷമത്തോടെ, ദുഃഖത്തോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ മഹാനായ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ കടന്നു വന്നിട്ട് നിറഞ്ഞിരുന്ന കരയുന്ന സ്വഹാബത്തിനോട് പറയാണ്, ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ കേട്ടുപോയാ നിങ്ങളുടെ നിസ്കാരത്തിന് ഇഖ്ലാസ് വരുമല്ലോ, നിങ്ങളുടെ നോമ്പിന് ഇഖ്ലാസ് വരുമല്ലോ, നിങ്ങളുടെ സ്വതക്കക്ക് ഇഖ്ലാസ് വരുമല്ലോ, നിങ്ങളുടെ സക്കാത്തിന് ഇഖ്ലാസ് വരുമല്ലോ. ദുനിയാവിന്റെ പുറത്ത് വെച്ച് പടച്ചവനിക്ക് വേണ്ടി എന്ത് ചെയ്താലും, എത്രയെല്ലാം നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വന്നാലോ ആ നന്മകളെല്ലാം പടച്ചതമ്പുരാന് സ്വീകാര്യമുള്ളതായ ഇഖ്ലാസിന്റെ പരിപൂർണമായ അഅ്മാലുകൾ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയണമെങ്കിൽ ഉദ്കുറുൽ മനിയാ, നിങ്ങൾ മരിക്കുമെന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളില് നിങ്ങൾ കൊണ്ടുവന്നുകൊണ്ട് കടന്നു പോയാൽ വല്ലാഹി വല്ലാഹി കമ്മസുറൂറാ. എല്ലാ സ്വഹാബത്തിനോട് പറയാൻ നിങ്ങൾക്ക് എന്ത് ഉപദേശം വേണോ ഞാൻ പറഞ്ഞു തരാം. അപ്പൊ സ്വഹാബത്ത് പലരും പല പല വിഷയങ്ങൾ പറഞ്ഞപ്പോ മഹാനായ സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞു, ഇനി ആർക്കെങ്കിലും വല്ലതും പറയാനുണ്ടോ? ആ കൂട്ടത്തിൽ വയോവൃദ്ധരായ ഒരു സ്വഹാബി എഴുന്നേറ്റ് കൊണ്ട് പറഞ്ഞു, ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തി ഒരു വാള് പറയണം. ഞങ്ങൾ ഈ ചെയ്യുന്ന നിസ്കാരവും നോമ്പും സ്വതക്കയും സക്കാത്തൊക്കെ അതിന്റെ പ്രതിഫലം അള്ളാഹു നമുക്ക് നൽകണം, അതിന് പറ്റുന്ന ഒരു ഉപദേശം പറയണം. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങളുടെ എല്ലാ നന്മകളും അള്ളാഹു സ്വീകരിക്കണോ? ഏതൊരു പ്രവർത്തനം ചെയ്താലും ആ പ്രവർത്തനങ്ങൾ മുഴുവനും അള്ളാഹു സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾ മരണത്തെ പറ്റി ഓർത്താൽ മതി. ഈ നിന്നുകൊണ്ട് വാളു പറയുന്ന ഞാൻ, എന്റെ വാളു ഉഷാറാണ് എന്ന് പറയാനാണ് ഞാൻ വാളു പറയുന്നെങ്കിൽ എനിക്ക് ഇതുകൊണ്ട് ഒരു പ്രതിഫലമില്ല. അള്ളാഹുവെ, അടുത്തൊരു സെക്കൻഡിൽ ഞാൻ മരിച്ചു വീഴും, ഇത് പറഞ്ഞ് പൂർത്തിയാക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ഓർമ്മയാണ് നമ്മുടെ കൽബിലുണ്ടതെങ്കിൽ എന്റെ വാളിന് ഇഖ്ലാസ് ഉണ്ടാകും. ഈ സദസ്സിന്റെ സമാപനം വരെ നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റണമെങ്കിൽ ഞാൻ ഇരിക്കുന്നതിന്റെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് പോയാൽ എന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിച്ചാൽ ഞാൻ എന്താ ചെയ്യുക? ഇപ്പൊ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. കാരണം അള്ളാന്റെ മാലാകമാര് വലയം ചെയ്തിട്ട് അള്ളാഹുവേ നിന്റെ ദീനിന്റെ മജ്ലിസിൽ ഇരിക്കുന്നവർക്ക് പൊരുത്തപ്പെട്ടു കൊടുക്കണേ എന്ന് പറയാ. നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അള്ളാഹു താല പാപങ്ങൾ പൊറുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആമീൻ വേണം, നമ്മുടെ മൈക്കുഷാറാണ്. ഇനി നിങ്ങളുടെ ആമീനും കൂടെ മതി. അള്ളാഹു നമ്മുടെ പാപങ്ങളൊക്കെ പൊരുത്തപ്പെട്ടു തരട്ടെ. അതുകൊണ്ട് മരണത്തെ പറ്റി ഓർക്കുക. ഒന്നാമത്തെ വഅദവിടം എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇതാരുടെ വാക്കെന്നറിയോ? ഒരിക്കലും കളവ് പറയാത്ത ലോകത്തിന്റെ രാജകുമാരാ നബിയുനാ റസൂലുള്ളാഹ്. ബാപ്പമാരെ, എന്റെ പൊന്നു ചെറുപ്പക്കാരൻ, ഉറക്കം സലാത്ത് ഇതേ ഉള്ളൂ നമുക്ക് ആകെപ്പാടുള്ള പ്രതീക്ഷ. നിസ്കാര നോമ്പൊക്കെ ഒരു പക്ഷെ ചിലപ്പോ എല്ലാം ചെയ്തിട്ടുണ്ടാകും. ആരെങ്കിലും പറ്റി ഫിത്തനെ ഫസാദും പറഞ്ഞിട്ടുണ്ടോ? അത് പോയിട്ടുണ്ടാവും. പക്ഷെ സ്വലാത്ത് പോകൂല. ഉറക്കെന്ന് ചൊല്ലി നബിയുനാ റസൂലുള്ളാഹി. താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ, താഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ, ത്വയ്ബ പതിഞ്ചിവേ തൗഹീദൊളി നിലാവേ, രാജാധിരാജനിൽ മുനാജാത്ത് നടത്തിയോരെ തഹിയത്ത് ഏകിയുള്ള നബിയുള്ളാഹേ, ഫാത്തിഹയിൽ തുടങ്ങി മുഅവ്വിദത്തൈനി വരെ ഖുർആനെ കൊണ്ടുവന്ന മഹബൂബരെ, നിഅമത്തും ബറക്കത്തും ഫളീലത്തും വസിഹത്തും ശുജാഅത്തും അടുപ്പിച്ച ശറഫയൊരേ ത്വാഹ റസൂലുള്ളാഹേ തിങ്കൾ ഹബീബുള്ളാഹേ. ഉറക്കെന്ന് ചൊല്ലിക്കേ നബിയുനാ റസൂലുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇപ്പോഴല്ലേ സദസ്സൊന്ന് ഉച്ചാറായത്? മുസ്തഫ നബി തങ്ങളുടെ വാക്കാണ് സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറയാൻ പോകുന്നത്, ഇല്ലേ? മരണത്തെ പറ്റി ഓർക്കുക. അതുകൊണ്ടാണ് അവിടെ നിന്ന് മരണം അല്ലാഹുവിനോട് പറയുന്നൊരു രംഗമുണ്ട്. മരണം വന്നുകൊണ്ട് പടച്ച റബ്ബിനോട് പറയുകയാണ്, അല്ലാഹുവേ ദുനിയാവിന്റെ പുറത്തേക്ക് എനിക്ക് നോക്കിയിട്ട് സംസാരിക്കാൻ അവസരം തരുമോ അല്ലാഹുവിന്റെ വാനലോകത്തുനിന്ന് ദുനിയാവിലേക്ക് നോക്കിയിട്ട് ഭൂമി ലോകത്തേക്ക്
ഖബറിലേക്ക് നോക്കിയിട്ട് അവിടെ ജീവിച്ചിരിക്കുന്നവരോട്, ഷമീർ ദാരിമിയോട്, അമാനിയോട്, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരോട് വഅദ് പറയാൻ എനിക്കൊന്ന് അവസരം തരുമോ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് മരണം പടച്ച റബ്ബിലേക്ക് അനുവാദം ചോദിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമി ലോകത്തുള്ളവരിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാൻ മരണത്തിന് അനുവാദം കൊടുക്കുമ്പോ ഒന്നാമത് മരണം വിളിക്കുകയാണ്, യാ അഹിബ്ബായി, എന്റെ സ്നേഹിതരെ, അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ് വ ഉഫർരിഖു ബൈന الزوج والزوجات وأفرق بين الأخ والأخوات وأفرق بين البنات والأمهات لا يبقي مخلوق إلا يذوقني. അല്ലാഹുവേ, മരണം അവിടുന്ന് കഥ പറയുകയാണ് നമ്മളിലേക്ക് നോക്കിയിട്ട്, അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്, എല്ലാ കൂട്ടുകാരുടെ, പ്രിയപ്പെട്ട തോഴരുടെ, എന്റെ പ്രിയമുള്ള കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരാ, ദുനിയാവിന്റെ പുറത്തുകൂടെ ഞാനും നിങ്ങളും നടക്കുമ്പോ നമ്മുടെ ഉമ്മയോട് പറയാത്തത്, നമ്മുടെ ബാപ്പയോട് പറയാത്തത്, നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയാത്തത് നമ്മൾ പറയുന്ന ഒരാളുണ്ട്. ആരെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ്, നമ്മുടെ സഹപാഠികളാണ്. അവരോട് എന്തും തുറന്ന് പറയുന്നവരല്ലേ നമ്മള്. എന്നാൽ ആദ്യം തന്നെ മലക്ക്, ആദ്യം തന്നെ മരണം പറയുന്നു, അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്. എല്ലാ സ്നേഹിതരുടെ, എല്ലാ കൂട്ടുകാരുടെ ഇടയിലും വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. എന്റെ പെങ്ങളെ, വ ഉഫർരിഖു ബൈന സൗജി വസ്സൗജാ, ഭാര്യയുടെ ഭർത്താവിന്റെ ഇടയില് വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ. ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭാര്യ, ഒരേ കട്ടിലിൽ കിടക്കുന്ന ഭർത്താവ്, നേരം വെളുക്കുമ്പോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള മോഹത്തോടെ ഭാര്യയോട് അവിടെ നിന്ന് കിടന്നിറങ്ങാൻ പറഞ്ഞ ഭർത്താവ് പടച്ചവന്റെ പള്ളികളുടെ മിനാരങ്ങളിലൂടെ, ചെറുലടുക്ക പള്ളിയുടെ മിനാരങ്ങളിലൂടെ ഹയ്യ അലസ്സലാ അസ്സലാത്തു ഖൈറും എന്നുള്ള പരിശുദ്ധമായ ബാങ്കിന്റെ ധ്വനിയൊന്ന് മുഴങ്ങി കേൾക്കുമ്പോ ഭാര്യ വന്നിട്ട് ചെറുലടക്ക് വീടിന്റെ കത്തട്ടിൽ കിടക്കുന്ന ഭർത്താവിനെ വിളിക്കുകയാ, എഴുന്നേക്കുന്നില്ലേ, പള്ളിയിൽ പോകുന്നില്ലേ? അല്ലാഹുവേ, ഭർത്താവ് അനങ്ങുന്നില്ല. ഇന്നലെ വരെ വർത്തമാനം പറഞ്ഞ, ഇന്നലെ വരെ സംസാരിച്ച ഭാര്യയുടെ കയ്യിൽ നിന്ന് ഭക്ഷണം മേടിച്ച് കഴിച്ചിട്ട് കിടന്നുറങ്ങിയ പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട ഭർത്താവ് ഇന്ന് അല്ലാഹുവിന്റെ റഹ്മത്തിലേക്ക് യാത്രയായില്ലേ? ഒരു കട്ടിലിൽ കിടന്ന ഭാര്യ അറിയാതെ തന്റെ ഭർത്താവിന്റെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോയത് മലക്കുൽ മൗത്ത്. ആരാണ് ചിന്തിച്ചു പോകുന്നത്? അത് മാത്രമാണോ? വ ഉഫർരിഖു ബൈനൽ അഖി വൽ അഖവാ, ഒരു ഉമ്മയുടെ 6 മക്കള്, 6 മക്കളിൽ മൂത്ത മകൻ ജീവിച്ചിരിപ്പുണ്ട്. ഏറ്റവും ഇളയ മകന്റെ ആത്മാവിനെ മലക്കുൽ മൗത്ത് പിടിച്ചു കൊണ്ടുപോയല്ലോ. ചിന്തിക്കാൻ പറ്റോ സഹോദരങ്ങള്? എത്രയോ പ്രിയപ്പെട്ടവർക്ക് മക്കളില്ലാതെയായി, ഉമ്മമാർക്ക് മക്കളില്ലാതെയായി, ഭാര്യമാർക്ക് ഭർത്താവില്ലാതെയായി, ഭർത്താക്കന്മാർക്ക് ഭാര്യയില്ലാതെയായി, ദുനിയാവിന്റെ പുറത്ത് സങ്കടങ്ങളും വിഷമങ്ങളുമായി കടന്നുകൂടിയല്ലോ. അതിന്റെ ഏറ്റവും വലിയ തെളിവല്ലേ ഈ ദുനിയാവിന്റെ പുറത്ത് അടിച്ചു പൊളിച്ച് കളിച്ച് രമിച്ചു സുഖിച്ച് ദുനിയാവിന്റെ ആർഭാടത്തിലും നാഭാസരത്തിലുമായി അഹന്തയോടെ കടന്നുകൂടുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നുപോയ പരിശുദ്ധമായ ദീനിന്റെ ചിഹ്നങ്ങളെ പോലും വലിച്ചു കീറുന്ന സ്വഭാവത്തിന്റെ ഉടമകളായിട്ട് പാശ്ചാത്യന്റെ പച്ച പരിഷ്കാരങ്ങൾ മുഴുവനും ഹൃദയാന്തരങ്ങളിൽ കൊണ്ടുവന്നുകൊണ്ട് കടന്നുകൂടുമ്പോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? അടുത്ത സെക്കൻഡിൽ എന്റെ മുമ്പില് മലക്കുൽ മൗത്ത് വരുമെന്നൊരു മലക്കുൽ മൗത്ത് വരുമെന്നവർ ഓർമ്മയില്ല. ഈ തുറക്കിയിലേക്ക് നിങ്ങളൊന്ന് കണ്ണോടിക്ക്. എത്ര ബാപ്പമാരാ പുന്നാര മക്കളുടെ ചതഞ്ഞരഞ്ഞ ശരീരമെടുത്തിട്ട് കാല് ചതഞ്ഞ, കൈ ചതഞ്ഞ, കണ്ണവിടന്ന് പൊടിഞ്ഞു പോയ ഒരു ഭാഗം മാത്രം ബാക്കി
ബാക്കിയുള്ള കൊച്ചുമക്കളെ എടുത്ത് കരങ്ങളിൽ പിടിച്ചിട്ട് ഉപ്പാന്റെ കുട്ടിയെന്ന് പോയോ എന്ന് പറഞ്ഞ് കരയുന്ന എത്രയോ തുർക്കിയിലെ പാവപ്പെട്ട ഉപ്പമാരെ കണ്ടുപോയില്ലേ? ഫർരിഖു ബൈനൽ അഖി വൽ അഖവാ വഉഫർരിഖു ബൈനൽ അബ്നാ. പെൺമക്കളെ വിട്ടുപിരിഞ്ഞ, ആൺമക്കളെ വിട്ടുപിരിഞ്ഞ, ഭാര്യയെ വിട്ടുപിരിഞ്ഞ, ഭർത്താവിനെ വിട്ടുപിരിഞ്ഞ, ആരും അറിയാതെ നമ്മളെ റാഞ്ചി കൊണ്ടുപോകുന്നത് അത് മരണമാണ് സഹോദരങ്ങളെ. അതുകൊണ്ടാണ് സെയ്ദ് ബിൻ അസ്ലം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ദുനിയാവിന്റെ പുറത്തുകൂടെ നടക്കുമ്പോ ഉദ്കുരിൽ മനിയാ, മരിക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരിക. ദുനിയാവിന്റെ പുറത്തുകൂടെ പൊന്നാര വാപ്പമാരെ പെങ്ങന്മാരെ നമ്മൾ നടക്കുമ്പോ നമ്മുടെ ഖൽബിൽ കൊണ്ടുവരണം. പടച്ചോനെ, അടുത്തൊരു സെക്കൻഡിൽ ഞാൻ ഇല്ല, ഇന്ന് ആരെന്ന് ചിന്തിക്കണം. എത്ര ഉപ്പമാരെ കൊണ്ടുവന്ന് കബറിൽ വെച്ചു, എത്ര ഉമ്മമാരെ കൊണ്ടുവന്നിട്ട് കബറിൽ വെച്ചു, എത്ര പ്രിയപ്പെട്ട ആരോഗ്യമുള്ള നല്ല ചുറുചുറുക്കുള്ള മസിൽ പവറുള്ള നിങ്ങളെപ്പോലത്തെ ഒരുപാട് കൂട്ടുകാരെ കൊണ്ടുവന്ന് കബറിൽ വെച്ചില്ലേ? എന്റെ പൊന്നാര ചെറുപ്പക്കാരെ, നമുക്ക് വയസ്സൊന്നും ആയിട്ടില്ല, നമുക്ക് പ്രായമൊന്നും ആയിട്ടില്ല, ഇപ്പോഴൊന്നും പോകൂല എന്ന് പറയണ്ട. നിങ്ങളെപ്പോലെ ആരോഗ്യമുണ്ടായിരുന്ന, നിങ്ങളെപ്പോലെ നല്ല പവറും നല്ല കരുത്തുമുണ്ടായിരുന്ന എത്ര ആളുകളെ നിങ്ങൾ കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ചില്ല. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ കണ്ണ് നിറയുന്ന സംഭവം ഞാൻ പറഞ്ഞുതരും. ഇതിന്റെ സമാപനത്തിൽ നമ്മൾ പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു ഈ മജ്ലിസിൽ ഇരിക്കുന്ന മുഴുവൻ സഹോദര സഹോദരിമാർ, ചെറുപ്പക്കാർ, കൊച്ചുമക്കൾ, അള്ളാഹു എല്ലാവർക്കും എപ്പോ വിട പറയുന്നു ആ വിട പറയുന്ന സമയം ആഖിബത്ത് നന്നാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി വിട പറയാനുള്ള സൗഭാഗ്യവും തൗഫീഖും അള്ളാഹു തആല തരട്ടെ. നിങ്ങളുടെ ആമീന വേണ്ടത് അതിനുള്ള തൗഫീഖ് സൗഭാഗ്യം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. പൊന്നാര ഉപ്പമാരെ ഇന്ന് ആരും ഓർക്കൂല. കൊണ്ടുവന്ന് പള്ളിപ്പറമ്പിൽ വെച്ചു. അപ്പോഴും നമ്മൾ നമ്മുടെ കാര്യങ്ങളാണ്, നമ്മുടെ കാര്യങ്ങൾ ചർച്ച ചെയ്യും. നമ്മുടെ കച്ചവടത്തിന്റെ, നമ്മുടെ ബിസിനസിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. എവിടാ? ഒന്നി പള്ളിയിൽ. ഇല്ലെങ്കിൽ ആ ആളിനെ കൊണ്ടുവന്നിട്ട് കബറടക്കുമ്പോൾ, അളിയാ ഞാനിപ്പോൾ അടക്കിക്കൊണ്ടിരിക്കാൻ, കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞ് വിളിച്ചോ, ഞാൻ റാഹത്താൻ. 1 മിനിറ്റ് എനിക്ക് നിങ്ങൾക്കും ചിന്തിക്കാൻ കഴിയുന്നില്ല. നമ്മളും പോണ ആ കബറില് നാളെ കിടക്കുന്ന വീട്, അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര, നാട്ടുകാർ നമ്മെ ചുമന്നുള്ള യാത്ര, അവസാനമായി നമ്മൾ പോകേണ്ട യാത്ര, ആരാരും ഇല്ലാത്ത വീട്, അല്ലാ ഖബറെന്ന മണ്ണറക്കൂട്, കാണേണ്ടയോ പള്ളിക്കാട്, കള്ളിമുള്ളാൽ നിറഞ്ഞുള്ള വീട്. നാളെ കിടക്കുന്ന വീടിനെ പറ്റി ഞാനും നിങ്ങൾ ഇന്ന് ചിന്തിച്ചു വാപ്പമാരെ, ഞാൻ ഉൾപ്പെടെ നമ്മൾ ചിന്തിച്ചു. നമ്മൾ ഇവിടെ വന്നു, വാളിന്റെ സദസ്സിൽ വന്നു. ഇപ്പൊ മരണത്തെ പറ്റി പറയുമ്പോൾ എനിക്ക് ഓർമ്മ വന്നു, കേട്ട നിങ്ങൾക്ക് ഓർമ്മ വന്നു. ഇതിനു മുമ്പ് ഞാനും നിങ്ങൾ എത്ര പ്രാവശ്യം, ഇന്ന് എത്ര വട്ടം പൊന്നാര ചെറുപ്പക്കാരെ, എന്റെ കരളിന്റെ കഷണങ്ങളായ പ്രിയപ്പെട്ട കൂട്ടുകാരെ നമ്മൾ ചിന്തിച്ചില്ല ഇല്ലേ? നമുക്കൊരു വിചാരമുണ്ട്, നമ്മളൊക്കെ ചെറുപ്പക്കാരാണ്. എൻ്റെ യുവാക്കളോടാണ് ഞാൻ ഇവിടെ ഒന്ന് പറയാ. സെയ്ദ് ബിൻ അസ്ലം തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, അവസാന കാലഘട്ടമാകുമ്പോ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന് അവിടെ ഒന്ന് പറഞ്ഞു, ചെറുപ്പക്കാർ മരിച്ചുകൊണ്ടേയിരിക്കും. ശരിയല്ലേ? ഇന്നധികം യുവാക്കളാണ്. ഇന്ന് നമ്മുടെ പത്രമെടുത്താലും ഏത് കാര്യം എടുത്താലും എല്ലാ സ്ഥലത്തും യുവാക്കൾ മരിച്ചു. അങ്ങനെ ഞാൻ നമ്മുടെ ഭവിക്കാനത്ത് വാള് പറഞ്ഞപ്പോ, അള്ളാഹുവേ അവിടെയും ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ. ഇന്നലെ കണ്ണൂർ ഭാഗത്ത് അവിടെ പോയി, അവിടെയും ചെറുപ്പക്കാർ. എല്ലാ സ്ഥലത്തും മുഴുവനും ചെറുപ്പക്കാർ മരിച്ചു എന്നിങ്ങനെ കേൾക്കാൻ. അള്ളാഹു നമുക്ക് നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ടാണ് അവിടെ നിന്ന് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ നന്മകൾ ചെയ്തുകൊണ്ട് സന്തോഷത്തിലൂടെ കടന്നു വരണം. മലദ്ദഹുറുവൽ അയ്യാമു വദ്ദംബു ഹാസിലു وجاء رسول الموت والقلب غافل نعيمك في الدنيا سرور وخسرة وعيشك في الدنيا محال وباطل
2020 22 23 ഇങ്ങനെ കടന്നു പോവുകയാണ്. എന്തേ നമുക്ക് ബാക്കിയുള്ളത്? നമ്മുടെ കണ്ണുകൊണ്ട്, നമ്മുടെ കാതുകൊണ്ട്, നമ്മുടെ ഖൽബ് കൊണ്ട് നമ്മൾ ചെയ്തു പോയ ആയിരക്കണക്കാന പാപങ്ങളല്ലാതെ, തെറ്റുകളല്ലാതെ, തിന്മകളല്ലാതെ എന്തേ നമുക്കുള്ളത്? മരണത്തിന്റെ അലാമത്ത് കടന്നു വന്നിട്ടുണ്ട്. പണ്ടിവിടെ പടച്ചവന്റെ പള്ളിയിൽ കടന്നു വന്നുകൊണ്ട് നിസ്കരിച്ച വാപ്പമാര് ഏത് സെക്കൻഡിലാണ് പോകുന്ന എന്നറിയില്ല. മക്കളാണോ, ഭാര്യയാണോ, ബാപ്പയാണോ, ഉമ്മയാണോ, സഹപാഠികളാണോ, ആരാണ് മരിക്കുന്ന എന്നറിയില്ല. അതുകൊണ്ട് നന്മ ചെയ്തോ, അള്ളാനെ ഓർത്തുകൊണ്ട് കടന്നു വന്നു. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ വഴികളിലൂടെ സന്തോഷത്തോടെ കടന്നു വന്നു. കാരണം മലക്കുൽ മൗത്ത് കാത്തിരിക്കുകയാണ്. എപ്പ വന്നാലും പോകില്ലെന്ന് പറയാൻ പറ്റൂല. റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ ഫഅസ്വദ്ദക വഅകും മിനസ് സ്വാലിഹീൻ വലൻ യുഅഖിറ അല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ. അല്ലാഹുവേ, മലക്കുൽ മൗത്ത് വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്ന സമയം ഒരല്പസമയം എനിക്ക് തരാമോ? ഇതുപോലത്തെ വഅലിന്റെ മജ്‌ലിസ് കിട്ടിയ ഞാൻ അവിടെ പോയിരിക്കും റബ്ബേ. എന്റെ പാപങ്ങൾ പൊറുക്കാ. നാളെ ഞാൻ മരിക്കാൻ നേരത്ത് മരിച്ചു കഴിയുമ്പോ, എന്റെ ആത്മാവ് പിരിയുമ്പോ, മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. രണ്ടു മാലാഖമാര് ചാടി ഇറങ്ങൂലേ തോളത്തുന്ന്. അവര് പറയൂലേ, അല്ലാ നമ്മളെ ഒരുപാട് തെറ്റിലേക്ക് കൊണ്ടുപോയവനാണ്, തിന്മയിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവനാണ്, ഉത്സവപ്പറമ്പുകളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയവനാണ്. പക്ഷേ നിന്നെ പറ്റി പറയുന്ന എത്ര മജ്‌ലിസ് ഉണ്ടായിരുന്നു, ഖുർആനോദി എത്ര മജ്‌ലിസ് ഉണ്ടായിരുന്നു, ദിക്റുകളുടെ എത്ര മജ്‌ലിസ് ഉണ്ടായിരുന്നു. അല്ലാഹുവേ, ഒന്നിലും ഇവൻ ഞങ്ങളെ കൊണ്ടുപോയിട്ടില്ല അല്ലാ. അതുകൊണ്ട് നീ അവനെ വിടല്ലേ റബ്ബേ, നീ അവനെ വിടല്ലേ റബ്ബേ എന്നവിടന്ന് വിളിച്ചു പറയൂലേ. അതുകൊണ്ട് അല്ലാഹ് പറയുന്നൊരു വാക്കുണ്ട്, മോനെ, നിനക്കെത്ര സമയം തന്നാലും, നിനക്കെത്ര സെക്കൻഡുകൾ തന്നാലും, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. നീ മരണത്തോട് അടുക്കുമ്പോ നീ പറഞ്ഞു പോകും, അല്ലാഹുവേ നിസ്കരിക്കാലോ. കാലിന്റെ തള്ളവരലിൽ നിന്ന് മലക്കുൽ മൗത്തിന്റെ കൂട്ടുകാര് ആത്മാവിനെ വലിച്ചോരുന്ന സമയത്ത്, ആ സമയത്ത് പറയാ, വഖീല മൻ റാഖ വലന്ന അന്നഹുൽ ഫിറാഖ വൽതഫത്തിസ് സാഖു ബിസ്സാഖ ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. അവിടെ ആത്മാവിനെ പിടിച്ചു വലിക്കുന്ന വേദന അനുഭവപ്പെടുമ്പോ പറയാ, ബാപ്പയാണ് മരിക്കുന്നതെങ്കിൽ, ഉമ്മയാണ് മരിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട മക്കളോട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നു, മോനെ, ബാപ്പ ലോകത്തോട് വിട പറയുകയാണ്. ശരീരം മുഴുവനും വേദനിക്കുകയാ. വഖീല മൻ റാഖ്. മോനെ, എനിക്കൊന്നും മന്ത്രിച്ചു തരാമോടാ? വേദനിക്കുന്നു മോനെ, ശരീരം മുഴുവനും വലിച്ചു മുറുക്കുന്നു മോനെ. വല്ലാത്ത സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ, ദുരൂഹതയുടെ വഴിയിലൂടെയാ നിന്റെ ഉപ്പ കടന്നു പോകുന്നത് മോനെ. അതുകൊണ്ട് നോക്കി നിൽക്കാതൊരു ഫാത്തിഹയൊന്നോദിത്താടാ, ഒരു ദിക്റ് ചൊല്ലിത്താടാ എന്ന് മനുഷ്യരെ നമ്മൾ വിളിച്ചു പറയുമല്ലോ. അങ്ങനത്തെ ഒരു സമയം വരുമ്പോ ഇനി നിസ്കരിക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഫലാ സ്വദ്ദക വലാ സ്വല്ലാ. അല്ലാഹുവേ, സാമ്പത്തികമായ ഉന്നമനങ്ങൾ ഉണ്ടായിരുന്നു റബ്ബേ. പടച്ചോനെ, ഞാനത് ചെയ്തിട്ടില്ല റബ്ബേ, സ്വതക്ക കൊടുത്തിട്ടില്ല റബ്ബേ, നിസ്കരിക്കാ റബ്ബെനിക്ക് ആരോഗ്യം തന്നിട്ട് അള്ളാന്റെ പള്ളിന്ന് ബാങ്ക് വിളിച്ചിട്ട് പോലും ഞാൻ പോയിട്ടില്ല റബ്ബേ. അതുകൊണ്ട് അല്ലാ, എനിക്കൊരല്പസമയമെന്ന് തരാമോ എന്ന് പറയുമ്പോ അല്ല പറയുന്ന വാക്കാണ്, വഖീല മൻ റാ.
അല്ലാഹു തആല പറയാണ് കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. മരിക്കാൻ കിടക്കണ മനുഷ്യൻ വിളിച്ചു പറയും, ഞാനും നിങ്ങളൊക്കെ അങ്ങനെ പറയും, പടച്ചോനെ ഒരല്പസമയം തന്ന 18 ദിവസം വഅള് വെച്ചാലും അതിന്റെ സമാപനം വരെ ഞങ്ങൾ ആ മജ്ലിസിൽ ഉണ്ടാകും, ഞങ്ങൾ ദിക്റ് ചൊല്ലും. ഇപ്പൊ നിങ്ങൾ ഇരിക്കുന്നല്ലോ, അൽഹംദുലില്ലാഹ്, സന്തോഷം. മരണത്തിന്റെ വേളയിലാണെങ്കിൽ നമ്മൾ പറയും, അല്ലാ അന്ന് ചെല്ലടുക്കയിൽ വഅള് നടന്നപ്പോ അന്ന് എനിക്ക് ഇരിക്കാൻ പറ്റിയില്ല, അല്ലാ ഇനി എനിക്കൊരു അവസരം തരൂ. അല്ലാ പറയും, ഏയ് ഒരവസരവുമില്ല, നിനക്കെല്ലാം ഞാൻ ഒരുപാട് അനുഭവങ്ങൾ ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി യൂസുഫ് എന്ന് പറഞ്ഞോളി, നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സലീഹ ബീബി അവിടെ നിന്ന് കടന്നു പിടിച്ചു. സലീഹ ബീബി റളിയല്ലാഹു അൻഹ അവിടെ നിന്ന് കടന്നു പിടിച്ചില്ലേ? വല്ലാത്തൊരു സംഭവമല്ലേ അത്. അതിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല. പാശത്തിൽ പിൻവേഗ മിച്ചുകൂപ്പായം കീറിയേ പിരിശിൽ സുലൈഖയിൽ മോഹഭംഗം കയറിയേ മിസ്രിയിലെ രാജൻ അസീസിന്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാതീ. അല്ലാഹുവേ, സലീഹ ബീബി റളിയല്ലാഹു അൻഹാ യൂസുഫ് നബിയെ കടന്നു പിടിച്ചിട്ട് യൂസുഫ് നബിയോട് പറഞ്ഞു, യൂസുഫ് നബിയെ മാ ഹസന ഐനൈക, നിങ്ങളുടെ കണ്ണെത്ര ചന്തമാണ് നബിയേ, നിങ്ങളുടെ ചുണ്ടെത്ര ചന്തമാണ് നബിയേ, വല്ലാത്ത സൗന്ദര്യമാണെന്ന് യൂസുഫ് നബിയോട് പറഞ്ഞപ്പോ യൂസുഫ് നബി പറഞ്ഞ ഒരു വാക്കുണ്ട്, സലീഹ, ഖബറിന്റെ ഉള്ളിലേക്ക് മനുഷ്യന്മാരെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഈ കണ്ണങ്ങ് അഴുകൂലേ ഖദീജ, ഈ കണ്ണങ്ങ് അഴുകി പോകൂലേ സലീഹ, ഈ ചുണ്ടുകൾ അടർന്ന് വീഴൂലേ സലീഹ. അതുകൊണ്ട് കണ്ണിനെ പറ്റി പറയണ്ട, എന്റെ മുടിയെ പറ്റി പറയണ്ട, എന്റെ ചുണ്ടിനെ പറ്റി പറയണ്ട. കാരണം അല്ലാഹ് മനുഷ്യന്മാരെ കൊണ്ടുവച്ച് കഴിഞ്ഞ ഇതൊക്കെ മണ്ണു തിന്നാനുള്ളതാണ് സലീഹ. സലീഹ ബീവിയോട് പറയാ, എന്നോടതൊന്നും പറയണ്ട, നീ എന്നെ പറ്റി ഒരുപാട് വലിയ വലിയ ആളാന്ന് പറയണ്ട, എനിക്ക് വലിയ സൗന്ദര്യാണെന്നൊന്നും പറയണ്ട. മനുഷ്യന്മാരുടെ അവസ്ഥ എന്താ? കൊണ്ടുവന്ന് ഖബറിൽ വെച്ചാൽ അവന്റെ അഹങ്കാരം നിന്നു, അവന്റെ ആഭാസനം നിന്നു, അവന്റെ കളിയാക്കിയുള്ള ചിരികൾ നിന്നു. അല്ലെ, ചില മനുഷ്യന്മാരെങ്ങനെയാണ്, മുഖത്തോട്ട് മുഖം നോക്കി ഇരുന്ന് ചിരിക്കും, പക്ഷെ അത് അവർക്കറിയാം അവർ കളിയാക്കിയാണ് ചിരിക്കുന്നതെന്ന്. ചില ആളുകൾ വിചാരിക്കും അവർ പൊട്ടന്മാരാണ്. അങ്ങനത്തെ ചില ആളുകളുണ്ടല്ലോ, ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുന്നവർ. അതുകൊണ്ട് എപ്പോഴായാലും അള്ളാഹുവേ, മരണവും ഖബറും നമ്മുടെ മുമ്പിൽ ഉണ്ടാകണം. പൊന്നാര വാപ്പമാരെ, ഞാൻ പോകും, നിങ്ങളും പോകും. ആ ഒരു ഓർമ്മ നമ്മുടെ ഖൽബിന്റെ അകത്തട്ടിൽ ഉണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്. മുത്തുനബി തങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്, മരണത്തെ പറ്റി ഓർമ്മ ഉള്ളവനാണോ ലാഹികം മസ്റൂറ, അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കും, അവനിക്കപ്പം നന്മകൾ ചെയ്യാൻ പറ്റും. കൊല്ലങ്ങൾ കടന്നുപോയ കഥകൾ നമ്മൾ ഇവിടെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഈസാ നബി എവിടെ നിന്ന് പറഞ്ഞതുപോലെ, നിങ്ങൾ നന്മയിലൂടെ കടന്നു വരുമോ, മരണത്തെ പറ്റി ഓർമ്മിക്കുമോ, ഖബറിനെ പറ്റി ഓർമ്മിക്കുമോ, ആ ഒരു ചിന്ത നിങ്ങളുടെ ഖൽബിന്റെ ഉള്ളിൽ വന്ന ലാഹികം മസ്റൂറ, നിങ്ങൾക്ക് പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ പറ്റുമെന്നാണ്. സഹോദരങ്ങളെ, ഇന്ന് കാണുന്നവരെ നാളെ കാണൂല, നാളെ കാണുന്നവരെ പിറ്റേ ദിവസം കാണൂല. ഞാൻ നിങ്ങൾക്കൊരു അനുഭവം പറഞ്ഞു തരാ. ഇതുപോലെ പ്രഭാഷണത്തിന് വേണ്ടി കടന്നു വരുന്ന സമയത്ത് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ കടന്നു വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ, എന്റെ ഉമ്മാക്ക് വേണ്ടി വന്ന് ദുആരക്കുമോ, എന്റെ ഉമ്മക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യുമോ? ഞാൻ ചോദിച്ചു, എന്ത് പറ്റി മോനെ, ഉമ്മ രോഗിയാണോ? ആ ചെറുപ്പക്കാരന്റെ കണ്ണു നിറഞ്ഞു. അവൻ പറഞ്ഞു, ഉസ്താദേ, എന്റെ ചെറുപ്പത്തിലെ ബാപ്പ മരിച്ചു പോയതാണ്. എന്നെ പഠിപ്പിച്ചത്, എന്നെ വളർത്തിയത്, എന്നെ വലുതാക്കിയതല്ല, എന്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മയാണ്. അന്ന് മുതൽ ഇന്ന് വരെ വാടക വീട്ടിലാ നമ്മൾ കിടന്നിരുന്നത്. ഞാൻ അവിടെ നിന്ന് പഠിച്ചു വലിയൊരു മനുഷ്യനായി. നല്ല ഒരു ചെറുപ്പത്തിലേക്ക് കടന്നു വന്നപ്പോ
വന്നപ്പോ എന്റെ ഉമ്മ ഒരു രാത്രി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, ഉമ്മാക്ക് ഒരുപാട് ആഗ്രഹങ്ങളൊന്നുമില്ല, ഈ ദുനിയാവിന്റെ പുറത്ത് വലിയ വലിയ പ്രതീക്ഷകളൊന്നുമില്ല. ഇത്രയും ദിവസം വാടക വീട്ടിൽ കിടന്നിരുന്നവനാണ്. ഇവന്റെ കണ്ണു നിറഞ്ഞിട്ട് ഇവൻ പറഞ്ഞു പോയൊരു വാക്കോർമ്മ വരുന്നു ഉസ്താദേ. വീടിന്റെ അകത്തട്ടിൽ കിടക്കുമ്പോ അരി കൊണ്ടുവരുന്ന ചാക്ക് വലിച്ചു കീറിയിട്ട് വീടിന്റെ മുൻപിലും പിന്നിലുമായി കതകായിട്ട് തൂക്കിയിട്ടത്. നായ്ക്കൾ വന്നാ പോലും വീടിന്റെ ഉള്ളിൽ കയറാറുണ്ട്. ഒരു പലക പോലും വെക്കാൻ നിവർത്തിയില്ലാത്ത വീട്, വാതിലില്ലാത്ത വീട്, ചണച്ചാക്ക് കൊണ്ട് മറച്ചിട്ടുള്ള വീട്. ആ വീട്ടിൽ എന്റെ ഉമ്മ എന്നെ പൊന്നുപോലെ ചേർത്ത് കൊടുക്കും. രാത്രിയായാൽ നായ്ക്കൾ കുരയ്ക്കുന്നത് കണ്ട എന്റെ ഉമ്മ എന്നെ മാറത്തു ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ചിട്ട് എന്റെ ഉമ്മ കരഞ്ഞിട്ട് പറയുന്നത് കേട്ടിട്ടുണ്ട്, റബ്ബേ, എപ്പോഴെങ്കിലും അടക്കൊതുക്കമുള്ള ഒരു വീട്ടില് എന്റെ പ്രിയപ്പെട്ട പൊന്നുമോനെയും കൂട്ടി കിടക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ് എന്റെ ഉമ്മ കരയുന്നത് പല പ്രാവശ്യം ഞാൻ കേട്ടുപോയതാണ് ഉസ്താദേ. ഉസ്താദേ, ഞാൻ വളർന്നു വന്നപ്പോ ഉമ്മ പറഞ്ഞു, മോനെ, ഉമ്മാക്ക് ഒരുപാട് പ്രതീക്ഷകളില്ല, വലിയ വലിയ സുഖാഡംബരങ്ങൾ വേണ്ട, മണിസൗധങ്ങൾ വേണ്ട. മോനെ, ഒരു 3 സെന്റ് വസ്തു മേടിച്ചിട്ടാണെങ്കിലും ഇത്രയും നാള് നമ്മൾ ഹാജിയാർന്ന് വീട്ടിൽ കിടന്നവരാ, അതും വാടക കൊടുക്കേണ്ടേ. മോനെ, പോയിട്ടൊരു 3 സെന്റ് വസ്തുവെങ്കിലും മേടിച്ച് അതിലൊരു വീട് വെച്ചിട്ട് ഉമ്മാക്കും മകനിക്കും ഒന്ന് സന്തോഷത്തോടെ കിടക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോ എന്റെ ഉമ്മ പറഞ്ഞ് കണ്ണു നിറഞ്ഞപ്പോ ഉമ്മാന്റെ കണ്ണീര് തുടച്ചിട്ട് ഞാൻ പറഞ്ഞു, ഉമ്മ, ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് തീരുമാനിച്ചു, ജോലിക്ക് പോയി ഉസ്താദേ, കിട്ടുന്നത് അന്നത്തെ ചെലവിനേ ഉള്ളൂ. പ്രവാസ ലോകത്തേക്ക് ഞാൻ അങ്ങ് കടന്നു പോയി. കിട്ടിയ ശമ്പളം കൂട്ടിവെച്ച് ആദ്യം തന്നെ 3 സെന്റ് വസ്തു മേടിച്ചു. അതിലൊരു വീടുണ്ടാക്കി. വലിയൊരു വീടെങ്ങുമല്ലെങ്കിലും അവിടെ നിന്ന് അല്ലാഹ് തേച്ചിട്ടില്ലെങ്കിലും കട്ട കൊണ്ട് കെട്ടിപ്പൊക്കി വാതെല്ലാം വെച്ച ഒരു വീട്. എന്റെ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, അൽഹംദുലില്ലാ, ഉമ്മാന്റെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ്. എത്ര ദിവസങ്ങളാ നമ്മൾ വാടക വീട്ടിൽ കിടന്നത്, എത്ര ദിവസങ്ങളാ നമ്മൾ കരഞ്ഞു പോയത്. അതുകൊണ്ട് മോനെപ്പോഴാ വരുന്നത് ഉസ്താദേ? ഞാൻ പറഞ്ഞു, ഉമ്മ, ഇന്ന ദിവസം ഞാൻ കടന്നു വരും. എന്റെ പ്രിയപ്പെട്ട ഉമ്മ പറഞ്ഞു, അന്നത്തെ രാവിൽ പാല് കാച്ച എന്ന് പറഞ്ഞ് നല്ല മനസ്സോടെ എന്റെ ഉമ്മ എല്ലാ ഒരുക്കങ്ങളും ചെയ്തു. എനിക്ക് അലമാര മേടിച്ചു, എനിക്ക് കിടക്കാൻ കട്ടിൽ മേടിച്ചു. ഇവിടെ നിന്ന് പോകുന്നത് വരെ ഒരു കട്ടിൽ പോലും മേടിക്കാൻ എനിക്ക് നിവർത്തിയില്ലായിരുന്നു. അപ്പുറത്തെ വീട്ടിൽ പോയി ജോലി ചെയ്ത് ഉമ്മ കൊണ്ടുവരും. എനിക്കൊരു രോഗമുള്ളത് കൊണ്ട് അധികമൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാ. എന്നാൽ എന്റെ ഉമ്മയുടെ കണ്ണീര് കണ്ടിട്ട് കടന്നു പോയതാണ്. യാ അല്ലാഹ്, ഉമ്മ പറഞ്ഞു, മോൻ വരുമ്പോ ഒരു ഖുർആനും കൂടെ കയ്യിൽ കരുതണം, ഒരു മുസ്ഹഫ് കൂടെ കയ്യിൽ കരുതണം. അതുമായിട്ട് വരുമോ? തിരുവനന്തപുരം എയർപോർട്ടിലേക്ക് ഞാനൊന്ന് കടന്നു വന്നു. എന്റെ കൂട്ടുകാരനെ കൂട്ടാൻ വന്നു. അവര് നല്ല സന്തോഷത്തോടെ വിളിച്ചവരാണ്, പറഞ്ഞവരാണ്, സംസാരിച്ചവരാ. അവരാരും എന്നോട് അധികം വർത്തമാനം പറയുന്നില്ല, അവരാരും എന്നോട് മിണ്ടുന്നില്ല. അവസാനം ഞാൻ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് പറ്റിപ്പോയത് എന്ന് പറഞ്ഞു നീറുന്ന മനസ്സോടെ ഹൃദയത്തോടെ ചോദിക്കുമ്പോ അവര് പറഞ്ഞു, ഒന്നുമില്ല, നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അപ്പൊ പറഞ്ഞു, ഖുർആനാ. ആ ഒരു ഖുർആനും കൊണ്ട് ചെറുപ്പക്കാരനോട് ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ അങ്ങനെ കടന്നു വന്ന എന്റെ കൂട്ടുകാര്, ഞാൻ എന്റെ വീട്ടിന്റെ മുമ്പിൽ വരുമ്പോ പടച്ചവനെ നീലട്ടാർപ്പ കൊണ്ട് വലിച്ചു കെട്ടിയിരിക്കുകയാണ്. ഞാൻ വിചാരിച്ചു, ആളുകളൊക്കെ ഒഴുകി വരുന്നുണ്ടല്ലോ, എന്റെ ഉമ്മക്ക് എന്തേ പറ്റിയത്? ഇത്രയും ആളുകളെ ഉമ്മ ഇവിടെ വിളിച്ചു കൂട്ടിയോ എന്ന് പറഞ്ഞിട്ട് ഞാൻ കടന്നു വരുന്ന സമയത്ത് എന്റെ പുതിയ വീട്ടിന്റെ ഉള്ളിൽ ഒരനക്കവുമില്ല. എന്റെ പുതിയ വീട്ടിൽ എന്റെ ഉമ്മയില്ല. എന്റെ കൂട്ടുകാരന്റെ കൈപിടിച്ചുകൊണ്ട് കടന്നു പോയത് പഴയ വീട്ടില്. ആ പഴയ വീട്ടിലേക്ക് ചെല്ലുമ്പോ മനസ്സ് വല്ലാതങ്ങ് പിടഞ്ഞുപോയി. എന്റെ ഉമ്മയല്ലേ കിടക്കുന്നത്, എന്റെ ഉമ്മയല്ലേ കിടക്കുന്നത്. എന്റെ ഉമ്മാനെ വെള്ളത്തുണി കൊണ്ട് പുതപ്പിച്ചിട്ടിരിക്കുന്ന രംഗം അറിയാതെ കണ്ണു നിറഞ്ഞു പോയി ഉസ്താദേ. എന്റെ ഉമ്മാന്റെ പൂമുഖത്ത് മുത്തം കൊടുത്ത് പൊട്ടിക്കരയുകയല്ലാതെ എനിക്കൊന്നിനും കഴിഞ്ഞില്ല. ഞാൻ ചെയ്തത് തെറ്റാണോ എന്നറിയാനാ വന്നത്. എന്റെ ഉമ്മാന്റെ മയ്യിത്ത് അവിടെ നിന്ന് എടുത്തു ഞങ്ങള് എന്റെ പാല് കാച്ചാൻ വെച്ചിരുന്ന വീട്ടിലേക്ക് എന്റെ ഉമ്മാടെ മയ്യിത്ത് ഞാൻ കൊണ്ടുപോയി.
ഉമ്മയുടെ മയ്യത്തിനെ കൊണ്ടുപോയി അവിടെ കൊണ്ടുവച്ചു. എന്റെ ഉമ്മാന്റെ അരികത്ത് ഖുർആൻ ഞാൻ കൊണ്ടുവച്ചു. എന്റെ ഉമ്മ പറഞ്ഞിട്ടാണ് ഖുർആൻ കൊണ്ടുവന്നത്. ഉസ്താദേ, എന്റെ ഉമ്മാനെയാണ് ഞാൻ ഈ വീട്ടിൽ ആദ്യം കയറ്റിയത്. ഞാൻ നോക്കുമ്പോഴൊക്കെ എന്റെ ഉമ്മ എനിക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിട്ടുണ്ട്. അന്നത്തെ പാല് കാച്ചു വെച്ച ദിവസം തന്നെ, കുടിയിരിപ്പിന്റെ അന്നത്തെ ദിവസം തന്നെ, അന്ന് രാത്രി എന്റെ ഉമ്മ അടക്കൊതുക്കമുള്ള വീട്ടിൽ കിടക്കാമെന്ന് പറഞ്ഞ് ആഗ്രഹിച്ച ഉമ്മ ഇന്നതാ പള്ളിക്കാട്ടിൽ 4 ചുമരുകളുടെ ഉള്ളില് അവിടെ നിന്ന് കൂരിട്ടാകുന്ന വീട്ടിന്റെ ഉള്ളിൽ കിടന്നു പോവുകയാണ്. എന്റെ ഉമ്മ എത്ര കൊതിച്ചവരാ. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ പഠിച്ചുകൊള്ളുക. നമ്മൾ എത്ര ആഗ്രഹങ്ങൾ കൽബിൽ വെച്ചവരാട്, എത്ര ചിരിച്ചവരാട്, ഉമ്മയോട് കഥ പറഞ്ഞവരാട്, ഭാര്യയോട് കഥ പറഞ്ഞവരാട്, മക്കളോട് കഥ പറഞ്ഞവരാട്, പ്രിയപ്പെട്ടവരോട് കഥകൾ പറഞ്ഞവരാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നില്ല, നാളെ നമ്മളെ കൊണ്ടുവെക്കുന്നത് പച്ചമണ്ണില. നിങ്ങളെ കാസർഗോഡ് ജില്ലയിലല്ലേ പടച്ചവനെ വീടിന്റെ പാലുകാച്ചിന്റെ വിട പറഞ്ഞു പോയ പാവപ്പെട്ട ചെറുപ്പക്കാർ എത്ര വലിയ വീട് വെച്ചാലെന്താ, എത്ര വലിയ സുഖാഡംബരത്തിൽ കടന്നു പോയാലെന്താ, അള്ളാഹുവിന്റെ തീരുമാനമൊന്ന് കടന്നു വന്ന ഇവിടെ ഇരിക്കുന്ന ഉപ്പ വരൂലെന്ന് പറയാൻ കഴിയൂല. വഅമല്ലിദാരിൻ ഗദൽ റിളവാനു ഖാസിനുഹാ വൽജാറു അഹ്മദു വറഹ്മാനു നാശിഹാ. അതുകൊണ്ട് നാളത്തേക്ക് വേണ്ടി അമല് ചെയ്തോ, നാളത്തേക്ക് വേണ്ടി പരിശ്രമിച്ചോ, നാളത്തേക്ക് വേണ്ടി നന്മകൾ ചെയ്തോ. അങ്ങനെ കടന്നു വരുമോ മഹാരായ സയ്യിദ് ഇബ്നു അസ്ലം റളിയല്ലാഹു തആല അൻഹു നിർജിരിക്കുന്ന സഹാബത്തിനോട് പറയാ, സഹാബാ, നന്മകളുടെ വഴികളിലൂടെ കടന്നു വന്നിട്ട് ജീവിതം മെച്ചപ്പെടുത്തുമോ? എന്നാൽ ഇൻഷാ അല്ലാഹ് മസ്റൂറാ. അതാണ് സയ്യിദ് ഇബ്നു അസ്ലം തങ്ങൾ പറഞ്ഞത്. ഇന്ന് കാണുന്നവരെ നാളെ കാണൂല, നാളെ കാണുന്നവരെ പിന്നെ കാണൂല. അതല്ലേ മുസ്തഫ നബി തങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞിട്ട് പറഞ്ഞത്, സഹാബത്തെ, നിങ്ങൾ കൊതിച്ച് നിനച്ച് കിട്ടിയ മക്കള് എത്ര മക്കളെയാണ് അള്ളാഹു കൊണ്ടുപോയത്. മക്കളെന്ന് പറഞ്ഞ് കാത്തിരുന്ന, മക്കളെന്ന് പറഞ്ഞ് കൊതിച്ചവർക്ക് മക്കളെ കൊടുത്തിട്ട്, 2 മക്കളെ കൊടുത്തിട്ട് ഈ വളാഞ്ചേരി ഭാഗത്ത് മലപ്പുറം ജില്ലയില് 3 മക്കളെ അള്ളാഹു കൊടുത്തിട്ട് 3 മക്കളെയും അള്ളാഹു ഒരുമിച്ച് തിരിച്ചെടുത്തിട്ടില്ലേ സഹോദരങ്ങളെ? അതുകൊണ്ടാണ് നബിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞ വാക്ക്, ഇന്ന് നിങ്ങൾ എന്നെ കാണുന്നെങ്കിൽ നാളെ എന്നെ കാണൂല. നിങ്ങൾ നിങ്ങളുടെ മക്കളെ കാണൂല, ഭാര്യയെ കാണൂല, ഉമ്മയെ കാണൂല, സഹോദരങ്ങളെ കാണൂല. അതുകൊണ്ടാണ് മുത്തുനബിയുടെ മുമ്പിൽ ഒരു സ്വഹാബി കടന്നു വന്നിട്ട് നിസ്കരിക്കുമ്പോ അവിടത്തെയുടെ പുന്നാര മകനാ ഉപ്പാന്റെ ചുമരിൽ കയറിയിട്ട് കഴുത്തിൽ കയറിയിരിക്കുമ്പോ ഇതെല്ലാം റസൂലുള്ളാഹി തങ്ങൾ ഇങ്ങനെ കാണുകയാണ്. കണ്ടുകൊണ്ട് റസൂലുള്ള ചിരിക്കുന്നുണ്ട്. കുറച്ച് ദിവസങ്ങളായി അവരെ പള്ളിയിൽ കാണുന്നില്ല, ഉപ്പായെയും മകനെയും കാണുന്നില്ല. എവിടെ പോയെന്ന് പറഞ്ഞ് തിരക്കുമ്പോഴാണ് അറിഞ്ഞത് ആ പ്രിയപ്പെട്ട കുഞ്ഞുമോന് പടച്ചവന്റെ റഹ്മത്തിലേക്ക് യാത്രയായെന്ന്. അല്ലാഹുവിന്റെ റസൂൽ ഈ സ്വഹാബിയുടെ വീട്ടിലേക്ക് പോകുമ്പോ മുത്തുനബിയുടെ അരികത്ത് വന്ന് പറഞ്ഞു, നബിയേ, അല്ലാഹുവിന്റെ കുഞ്ഞുമകനെ കൊണ്ടുപോയി നബിയേ. എത്ര കൊതിച്ചതാ നബിയേ, എത്ര ആഗ്രഹിച്ചതാ നബിയേ. ആ കുഞ്ഞുമോന്റെ പുഞ്ചിരി എന്റെ മനസ്സീന്ന് മായുന്നില്ല, പൊന്നുമോന്റെ പൂമുഖം എന്റെ മനസ്സീന്ന് മായുന്നില്ല. ആ പൊന്നുമോന്റെ ഓരോ കളിയും ചിരിയും എന്റെ മനസ്സിൽ നിന്ന് മായുന്നില്ല. റസൂലേ, മനസ്സ് വല്ലാതെ പൊട്ടുന്നു നബിയേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ദുനിയാവിന്റെ പുറത്ത് വെച്ച റബ്ബിനെ ഓർത്തിട്ട് നിസ്കരിച്ചുകൊണ്ട്, നോമ്പ് നോറ്റുകൊണ്ട്, സ്വതക്ക ചെയ്തുകൊണ്ട്, സകാത്ത് കൊടുത്തുകൊണ്ട് നന്മകളുടെ വഴികളിലൂടെ കടന്നു വന്നു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് തരട്ടെ. നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ.